ഹായ് ഹലോ ദിസ് ഈസ് മീ തൻസീർ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോട്ട് അനാലിസിസിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ബിസിനസ്സിലും പേഴ്സണൽ ലൈഫിലായാലും നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് മെത്തേഡാണ് സോട്ട് അനാലിസിസ്. അപ്പോൾ സോട്ടിൽ സ്ട്രെങ്ത്, വീക്ക്നെസ് അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും കമ്പനിയിലായാലും അല്ലെങ്കിൽ ബിസിനസ്സിലായാലും ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ് സ്ട്രെങ്തും വീക്ക്നെസ്സും എന്ന് പറയുന്നത്. ബട്ട് ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്സ് ഇത് രണ്ടും കമ്പനിയിലായാലും നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ പാടാണ്. അതായത് മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്, ഡിമാൻഡ് ചേഞ്ചസ് ഇതൊക്കെ അനുസരിച്ചാകാം നമ്മുടെ ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്സ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതിൽ നമുക്ക് വലിയൊരു കൺട്രോൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കൊക്കക്കോളയുടെ പ്രൈസിനേക്കാളും കുറവാണ് കൊക്കക്കോളയുടെ മാർക്കറ്റ് കോമ്പറ്റീറ്ററായിട്ടുള്ള കോംബ കോളയുടെ പ്രൈസ്. ഇങ്ങനെ കമ്പനി ഡിസിഷൻസ് എടുക്കുന്നത് സോട്ട് അനാലിസിസിലൂടെയാണ്. ഇപ്പോൾ കമ്പനിയുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെ അനാലിസിസ് ചെയ്തുകൊണ്ടാണ് സോട്ട് അനാലിസിസ് നടത്തുന്നത്. നമ്മുടെ കമ്പനിയുടെ എംപ്ലോയീസിൻ്റെ ഇൻറ്റേർണൽ പ്രോബ്ലംസ് എന്താണ്, അവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സുകൾ, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഇതൊക്കെ അനാലിസിസ് ചെയ്തുകൊണ്ടാണ് കമ്പനി എവിടെയാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, എവിടെയാണ് ശക്തിപ്പെട്ട് നിൽക്കുന്നത്, എവിടെയാണ് ദുർബലമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ കമ്പനി എവിടെയാണ് കൂടുതൽ വീക്കായിട്ട് നിൽക്കുന്നത് എന്ന് കണ്ടെത്തുന്നതാണ് സോട്ട് അനാലിസിസിൻ്റെ ഫസ്റ്റ് പാർട്ടായ സ്ട്രെങ്ത് വീക്ക്നെസ് അനാലിസിസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ചേഞ്ചസ് കണ്ടുപിടിച്ചാണ് ഓരോ ബിസിനസ്സുകളും അവരുടെ ഓപ്പർച്യൂണിറ്റീസുകൾ, ത്രെറ്റ്സുകൾ മനസ്സിലാക്കുക. ഇതാണ് സോട്ട് അനാലിസിസിൻ്റെ സെക്കൻഡ് പാർട്ടായ ഓപ്പർച്യൂണിറ്റി ത്രെറ്റ്സ് അനാലിസിസ് എന്ന് പറയുന്നത്.